കണ്ടോ? ഇത് തന്റെ ഭാര്യ മക്കളുടെ ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുവാൻ വേണ്ടി പണിത കനാലാണ് ഈ കാണുന്നത്. പൈപ്പ് സൗകര്യം വരുന്നതിന് മുമ്പ് ഇതിന്റെ എന്തെന്ന് പറഞ്ഞാൽ തായിന്റെ ലാഭം മനസ്സിലായോ? അപ്പൊ സുബൈദ എന്ന ആ കനാലിന്റെ അവശിഷ്ടമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നീട് ഈ അടുത്ത സമയത്താണ് പൈപ്പ് സൗകര്യങ്ങളൊക്കെ ഇവിടെ വന്നത്. അതിന് മുൻപായിട്ട് ആദ്യമാണ് ഇവിടെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത് ഈ കനാൽ വഴിയായിരുന്നു. ആ കനാലാണ് നമ്മൾ കണ്ടത്. ഇനി ഇടതുഭാഗത്തിലോട്ട് മിന, അറഫ, മുസ്ദലിഫ ഈ 3 സ്ഥലങ്ങളിലേക്കും പോകുന്ന മെട്രോ ആ മെട്രോ ട്രെയിൻ ഇങ്ങനെ ഓടുന്നതല്ല. ഇവിടെ എത്തിക്കുന്ന ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് മിന, അറഫ, മുസ്ദലിഫ ഈ 3 സ്ഥലങ്ങളിലേക്കാണ്. ഇനി നമ്മൾ മുസ്ദലിഫയിലേക്കാണ് പോകുന്നത്. മുസ്ദലിഫയിൽ 3 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. മെട്രോ റെയിൽവേ സ്റ്റേഷൻ 3 എണ്ണമുണ്ട്. അതിൽ 1 നമ്പർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പൊ മുസ്ദലിഫയിലെ എത്തിയായി. ഇപ്പൊ മുസ്ദലിഫയിലേക്ക് വണ്ടി കയറാൻ പോവുകയാണ്. ഇടതുഭാഗത്ത് നോക്കിയാൽ മുസ്ദലിഫയിലെ 1 ഹാജിമാർ ഒരേ സമയത്ത് യാത്ര ചെയ്യുന്ന അതിവിശാലമായ മെട്രോ ആണ് ഇടതുഭാഗത്താണ്. ഇപ്പൊ നമ്മൾ മുസ്ദലിഫയിലേക്ക് ഈ മുസ്ദലിഫയുടെ പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട് മുസ്ദലിഫയിൽ. പള്ളിയുടെ പേര് വർഷത്തിൽ ഒരു രാത്രി മാത്രം ഇബാദത്ത് എടുക്കുന്ന പള്ളിയാണ്. വർഷത്തിൽ ഒരു ദിവസം രാത്രി മാത്രം. അതാണ് എല്ലാവരും വലതു ഭാഗത്ത് നോക്കണം. ഉയർന്നു നിൽക്കുന്ന ഒരു പള്ളി കാണാം. ഈ പള്ളിയെ പറ്റി പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പള്ളി വലതുഭാഗം നോക്കണം. ഇതാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളി. വലതുഭാഗം നോക്കി കണ്ടോ? ഇപ്പോൾ ഈ പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. ഇത് തുറക്കുന്നത് ദുൽഹജ്ജ് 9 അന്ന് മാത്രം. ദുൽഹജ്ജ് 9 അന്ന് രാത്രി ഇബാദത്ത് എടുക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട മുസ്ദലിഫയിലെ പള്ളിയാണ് ഈ കാണുന്നത്. പക്ഷെ ഹജ്ജ് സമയത്ത് ഇതിന്റെ പരിസരത്ത് പോലും നമുക്ക് അടുക്കാൻ പറ്റുകയില്ല. ലക്ഷക്കണക്കിന് ഹാജിമാരെ ഇവരടുത്ത് അപ്പടിച്ചിരിക്കും. നമ്മളങ്ങനെ ജബലുർ റഹ്മയിലേക്ക് ഇതാ കടക്കുകയാണ്. ജബൽ റഹ്മയുടെ കവാടം കടന്ന് ഇനി ജബൽ റഹ്മ നമുക്ക് കാണാം. മർഹബൻ എന്ന് പറഞ്ഞ് നമ്മളെ സ്വാഗതം ചെയ്യുകയാണ്. കണ്ട ഒരു കവാടം, നല്ല മനോഹരമായൊരു കവാടം കൂടിയാണ്. ഒരുപാട് ഉംറ സിയാറത്തുകാർ ഒരുപാട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് അന്ന് എവിടെ ഉള്ളൂ ശരിക്കും ഇവിടെ അവരെന്തിനു വന്നാ? ഇപ്പൊ ടോയ്ലറ്റിൽ കയറാൻ നേരത്തെ ഏത് കാലം വെക്കുക? ഇറങ്ങാൻ നേരത്തോ? പള്ളി കയറുമ്പോഴോ? 9 മുതൽ അത്ര ഇവിടെ ഇരിക്കും ഹാജർ. അപ്പൊ നമ്മളാരോ ഹാജിയാരും ഹാജാക്കി കടന്നു പോയാലും അദ്ദേഹം ഹാജിയാണ്. അറഫ കിട്ടിയെന്നല്ല. അപ്പോൾ ഹജ്ജിന് മിന ഉണ്ട്, മുസ്ദലിഫയുണ്ട്, തവാഫുണ്ട്, എല്ലാം ഉണ്ട്. ഹജ്ജിന് പ്രധാന 2 ഘടകങ്ങൾ. ഒന്ന് അറഫയും ഫർദ് തവാഫും. ദുൽഹജ്ജ് 10-ന് പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്ന ഫർദ് തവാഫുണ്ട്. 2 പ്രധാനപ്പെട്ടത്. ഇത് കിട്ടിയില്ലെങ്കിൽ ഹജ്ജ് കിട്ടിയിട്ടേ ഇല്ല. ബാക്കി എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കും. പക്ഷേ ഇതിന് പരിഹരിക്കാൻ പറ്റില്ല. അപ്പോഴത്തോളം ഈ സമയത്ത് നമ്മൾ നോമ്പെടുക്കുന്നില്ല. അറഫാ ദിനത്തിന് നോമ്പെന്ന് പറയുന്നത് നമ്മൾ നോമ്പെടുക്കുന്നില്ല. അറഫ എന്ന് പറയുന്നത് അറബി വാക്ക് തിരിച്ചറിയുക എന്നുള്ളതാണ്. മാരിഫത്ത് തിരിച്ചറിയുക. അപ്പം അള്ളാഹുവിനെ തിരിച്ചറിയാൻ സാധിക്കും. അതായത് കാമ്പായ വിഷയം. കണ്ടില്ലേ, അറഫയിൽ വന്നപ്പോൾ അറഫാത്ത് എഴുതിയിരിക്കുന്നത്.
അത് നമ്മുടെ സ്വന്തം ഭാഷയിൽ മലയാളത്തിൽ, ഇംഗ്ലീഷ്, അറബി, ഹിന്ദി, എല്ലാ ഭാഷയിലും പെട്ടപ്പം നമ്മുടെ മലയാളത്തിലും. ഹജ്ജിന്റെ പർവ്വതാണ് അറഫ. അൽ ഹജ്ജു അൽ അറഫ. ആ അറഫ സംഗമം നടക്കുന്ന പുണ്യ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പൊ അറഫയുടെ വെളിയിലേക്ക് ഈ വാഹനം കടക്കാൻ പോവുകയാണ്. ഇടതു ഭാഗത്ത് കാണുന്നത് മസ്ജിദുൽ നബീറ എന്ന അറഫയിലെ പള്ളി. മസ്ജിദുൽ ഇബ്രാഹിം എന്നും ഈ പള്ളിക്ക് പേരുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം പേര് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു വിശാലമായ പള്ളി. വർഷത്തിൽ ഒരു ദിവസം മാത്രം തുറന്നു കൊടുക്കുന്ന പള്ളിയാണ് അറഫയിലെ പള്ളി. ഈ പള്ളിയുടെ പകുതി ഭാഗം അറഫയ്ക്കുള്ളിലും പകുതി ഭാഗം അറഫയുടെ വെളിയിലുമാണ്. ഇനി ഹജ്ജിന്റെ കർമ്മങ്ങൾ ദുൽഹജ്ജ് മാസം 8-ന്റെ അന്ന് അല്ലെങ്കിൽ അതിന് മുമ്പോ ഇവിടെ വരുന്ന എല്ലാ ഹാജിമാരും ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യും. വലിയൊരു പള്ളിയാണ് മസ്ജിദ് നെമറ. ഏകദേശം 2 ലക്ഷം പേര് ഒരേ സമയം കൂടുന്ന, അതുമാത്രമല്ല വർഷത്തിൽ ഒരു തവണ മാത്രം ഹജ്ജിൻ്റെ സമയത്ത് മാത്രമേ അവിടെ നിസ്കാരം നടക്കുന്നുള്ളൂ. അങ്ങനെയുള്ള വലിയൊരു മസ്ജിദാണ് മസ്ജിദ് നെമറ. അല്ല, തൂണ് കണ്ടാൽ എന്ത് രസമാണ്. അങ്ങ് എത്ര ദൂരെ പോയാലും ആ തൂണ് കാണാം. മിനാരം കണ്ടില്ലേ, പള്ളിച്ച് താഴെയാണ് എങ്കിലും ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മിനാരം മാത്രം കാണുന്നത്. അങ്ങനെയുള്ള പള്ളിയുടെ അടുത്തൂടെയാണ് നമ്മുടെ യാത്ര. പാപങ്ങൾ പൊറുപ്പിച്ചാൽ അവൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. അവൻ ചിന്തിക്കാൻ പോലും പാടില്ല. അറഫയിൽ വന്നതിന്റെ ശേഷം എന്റെ പാപം പുറത്തിട്ടില്ല എന്ന് ചിന്തിക്കൽ പോലും പാപമാണ്. അത്രത്തോളം ഉറപ്പായ കാര്യമാണ്. ശൈത്താൻ അവന്റെ നടുപൊടിയുന്ന നിലയിൽ ശൈത്താൻ പൊട്ടിക്കരുന്ന ദിവസമാണ് അറഫാ ദിനമെന്ന്. കണ്ടോ, ഇടതുവശത്തേക്ക് നോക്കി മിനാരങ്ങൾ. എത്ര മിനാരം? 6 മിനാരം. വലിയ വലിയ മിനാരങ്ങളുള്ള മസ്ജിദ് നെമറ. ഇത് നമ്മള് അറഫ 3 വിരലിൽ കൂടി ശുദ്ധമായ ജലം ഒഴുകി ഇവിടെ വരണം. 3 വിരലിൽ കൂടി ശുദ്ധമായ ജലം ഒഴുകി ആൾക്കാർ ആശപ്പെടുന്നു. എന്താ നബിയെ, താങ്കൾ നബിയാണെങ്കിൽ ആ 3 വിരലിൽ കൂടി നല്ല ശുദ്ധമായ വെള്ളം വരുത്താൻ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോൾ 3 വിരലിൽ കൂടി ശുദ്ധമായ ജലം ഒഴുകി. ആ ജലം 200ഓളം സഹാബാക്കൾ വുളൂ ചെയ്തതായി രേഖയിലുണ്ട്. എന്നിട്ട് ആ വെള്ളം തൊട്ടടുത്തുള്ള കിണറിലേക്ക് ആ വെള്ളം ഒഴുകി. എന്നിട്ട് കിണറിന്റെ ഉള്ളിലുള്ള വെള്ളം ദൂരിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് കിണർ ചുറ്റുഭാഗത്ത് കെട്ടി ആ വെള്ളം പുറത്തോട്ട് ഒഴുകി. ഈ അടുത്ത സമയം വരെ ഇവിടെ നിന്ന് ആൾക്കാർ വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അങ്ങനെ വന്നപ്പോൾ സംസം വെള്ളത്തിന് പവിത്രതയ്ക്ക് കോട്ടം പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് അത് ആ കിണർ ഉയർത്തി കെട്ടി ആ വെള്ളം താഴ്ത്തി കെട്ടിയിരിക്കുക. ആ കിണറിന് തൊട്ടപ്പുറത്തോട്ട്. അതുപോലെ നമ്മൾ ഈ വണ്ടി ഇടത്തോട്ട് തിരിയുമ്പോൾ പല ഭാഗത്ത് ഒരു മതിൽക്കെട്ടിന്റെ ധാരാളം അപസ്ഥാനങ്ങളാണ്. ഇനി വണ്ടി ഇടത്തോട്ട് ഇപ്പൊ തിരിയുമ്പോൾ വലിയ ഭാഗത്ത് നോക്കണം. നമ്മളങ്ങനെ അടുത്ത ഇഹ്റാം സ്ഥലമാണ് ഇത്. അവിടുന്ന് ഇഹ്റാം കെട്ടി നമ്മൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ സ്ഥലം കാണിച്ചു തരാം. ആ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിയിൽ നിന്നും മോചിതത്തായിട്ട് വെള്ളം വന്ന ഒരു കിണറുള്ള സ്ഥലം കൂടിയാണ് ഇത്. നമ്മൾ അവിടെയും സന്ദർശിക്കുകയാണ്. കാരണം ഏകദേശം അതിപ്പം അടച്ചു വച്ചിരിക്കുകയാണ്. ഒരുപാട് സിയാർത്ത് യാത്രക്കാർ വരുന്നതുകൊണ്ട് ആ രീതി അടച്ചു വയ്ക്കുകയാണ്. നമ്മളങ്ങനെ ഇഹ്റാമിൽ അടുത്ത സിയാർത്തിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി യാത്ര